കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അവർണിയുടെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറക്കിയാണ് വരുണും രാധികാമയും ചേർന്നിട്ട് ഗീതുവിനെ ഗോവിന്ദനെയും അതോടൊപ്പം തന്നെ കിഷോറിനെയൊക്കെ വെച്ചിട്ട് ഒരു വലിയ കഥകൾ തന്നെ മെനഞ്ഞുണ്ടാക്കുവാണ് രാധികാമ്മയും വരണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രേഖ തനിക്ക് വന്ന ചില സംശയങ്ങളൊക്കെ ഗീതുവിനോട് പോയി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗീതു ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നൊക്കെ തന്നെ നമ്മൾ അവസാനം കണ്ടു എങ്ങനെ ഗീതുവിനെ ആർക്കൽ കുടുംബത്തിൽ നിന്ന് പായിക്കണം. അതിന് വേണ്ടിയിട്ട് രാധികാമ്മയും വരണം കണ്ട തന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോറിനെ വെച്ചിട്ട് വമ്പം കളിയായിരുന്നു. അപ്പൊ കിഷോർ ഇതിനകത്തുണ്ടല്ലോ. പിന്നീട് അവർണികനെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അവർണികനെ ഒന്ന് കാണണമെന്ന് പറയാം. അതിനെന്താ മാഡം, ഞാൻ വരാലോ എന്ന് പറയാണ്. പിന്നീട് അവർണിക രാധികാമ്മയുടെ അടുത്തേക്ക് വരുവാണ്. രാധികാമ്മ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല എന്തിനാ രാധികാമ്മ വിളിച്ചേ? എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറയാം. അല്ല ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ അവർണിക്ക് സങ്കടമൊന്നും തോന്നരുത്. അങ്ങനെയൊന്നുമില്ല. അവർണി പ്രഗ്നന്റ് ആണെന്നറിയാം. ഈ സമയത്ത് പറയാൻ കൊള്ളില്ലാത്ത കാര്യമാണെന്നറിയാം. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ കണ്ണന്റെ ജീവനാണ് വലുത്. അറിയാലോ ഞാൻ എന്റെ കണ്ണനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് അവൻ കഴിഞ്ഞിട്ട് ഈ ലോകത്തില് എൻ്റെ മോൻ പോലും ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അവനെ കളയാൻ ഒരിക്കലും പറ്റില്ല. അവന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒരിക്കലും താങ്ങാൻ പറ്റില്ലെന്ന് പറയാം. അല്ല എന്താ മാഡം പറഞ്ഞു വരുന്നേ, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം. അതെ, ഇനിയിപ്പോൾ അവർണയെ മാത്രം അറിയാനുണ്ടായിരിക്കുള്ളൂ. കമ്പനിയിൽ എല്ലാവരുടെ അടുത്തും എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയാം. എന്താ മാഡം വളച്ചുകെട്ടില്ലാത്ത കാര്യം പറ. എനിക്ക് ഗീതുവിനെയും കിഷോറിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളൂ എന്ന് പറയും. അല്ല അവരെ കുറിച്ച് എന്താ മാഡത്തിന് പ്രത്യേകിച്ച് സംസാരിക്കാനുള്ള? അവർണയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഒന്ന് ചോദിക്കണമല്ലോ. അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഗീതവും കിഷോറും തമ്മിൽ ഒരരുതാത്ത ബന്ധമുണ്ട്. ഇത് അവർണയെ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുക. അവർണയ്ക്ക് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു കിഷോറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഗോവിന്ദൻ ആകെപ്പാടെ തകർന്നു പോകും. അവൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഗീതുവിനെ. പക്ഷെ ഗീതു വഞ്ചിച്ചുകൊണ്ടിരിക്കാന്ന് അവൻ അറിയില്ല. അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവന് സ്വയം ഇല്ലാതാകാൻ ശ്രമിക്കും. അതങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് കിഷോറിനോടൊന്ന് പറയണം, ഈ ബന്ധത്തിൽ നിന്നൊന്നും പിന്മാറാൻ പറയണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർണയെ പറഞ്ഞു, അതെ കിഷോർ അല്ല ഈ ബന്ധത്തിന് മുൻകൈ ഇട്ടേക്കുന്നത്. ഗീതാഞ്ജലി ഉണ്ടല്ലോ അവളാ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന എന്റെ കിച്ചുവിനെ രാത്രിന്നും പകലിന്നും ഇല്ലാതെ. അവളെ എല്ലാത്തിലേക്കും വലിച്ചിട്ടേക്കെന്ന് പറയണം. രാധികാമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. കിഷോർ അപ്പം അവർണയുടെ ഉള്ളി വിഷം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആളി കത്തിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് പറഞ്ഞു, അല്ല കിഷോറിനും ഇതിനകത്ത് പങ്കുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ്. അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട് അവളാ എന്നെ കാരണക്കാരി. ഗീതാഞ്ജലി ഉണ്ടല്ലോ അവൾക്ക് അവളുടെ ഗോവിന്ദ് സാറിനെ പോരാ. എന്നിട്ട് എന്റെ കിച്ചുവിനെ വല വീശി പിടിച്ചേക്കുന്ന അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ അവർണ ആരാന്ന് അവളെ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം. എന്നിട്ട് രാധികാമ്മ പറഞ്ഞു, ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളൊന്നും അല്ല, കുറെ കാലമായതാ തുടങ്ങിയിട്ട്. ഇത് പറയണമെന്ന് പലവട്ടം ഞാൻ ആലോചിച്ച. പക്ഷെ അവർണയെ എന്ത് വിചാരിക്കുന്നവർത്താ പറയാതിരുന്നേ. അല്ല ഇന്നലെ കിഷോർ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഇന്നലെ ഗീത വിളിച്ചെന്ന് പറഞ്ഞിട്ട് കിഷോർ പോയല്ലോ. ഗീത രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാ. വൈകുന്നേരം അവള് തിരിച്ചു വന്നേ. വരുൺ എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എങ്ങോട്ടാ പോയത്, എവിടെ പോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവള് തറുതല മാത്രമായിരിക്കും പറയുന്നേ. അതുകൊണ്ട് വരുൺ പോയി അന്വേഷിച്ചു. വരുണിന്റെ ഒരു കൂട്ടുകാരന്റെ ഹോട്ടലിലാണ് പോയി റൂം എടുത്തേക്കുന്നേ. കിഷോറും ഗീതും കൂടെ പോയി റൂം എടുത്ത് അതിന്റെ ബില്ലൊക്കെ വരുണിന് കിട്ടിയെന്ന് പറയണം. ഇത് കേട്ടത് അവർണിയൊന്നും ഞെട്ടി. സത്യമാണോ മാഡം പറയണമെന്ന് ചോദിക്കണം. ഞാൻ എന്താ സത്യം, അല്ലാതെ കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? അത് അവർണി ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഫോണിനകത്ത് അതിന്റെ കോപ്പി എടുത്ത് വെച്ചിരിക്കുന്ന അതും കൂടെ അവർണിയെ കാണിക്കുകയാണ്. അവർണിയെ വല്ലാതെ ഞെട്ടിപ്പോയി. അപ്പൊ തന്നെ ചതിക്ക് വരുന്ന രണ്ടുപേരും കൂടെ. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. തനിക്ക് തന്റെ കിച്ചുവിനെ വേണം. അതിനു വേണ്ടിയിട്ട് ഗീതുവിനെ ഇല്ലാതാക്കാൻ വരെ തനിക്ക് മടിയില്ല. ഞാനിവൻ ധൈര്യമായിട്ടിരുന്നോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കിച്ചുവിനെ പറഞ്ഞ് മനസ്സിലാക്കാനല്ല, ഗീതുവിനോട്ടുള്ള പണി ഞാൻ കൊടുത്താളാന്ന് പറഞ്ഞിട്ട് അവർണയെ ഇങ്ങോട്ട് പോവാണ്. രാധികാമ്മയ്ക്ക് സമാധാനമായി. രാധികാമ്മ നേരെ വരുണിന്റെ അടുത്തേക്ക് വരുവാണ്. വരുണ് കാറിൽ ഇരിക്കുവാണല്ലോ. ഇനി നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ എന്ന് പറയാം. അല്ല അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഉള്ളില് ഒരു തീ ആളി കത്തിച്ചാ ഞാനങ്ങോട്ട് വിട്ടേക്കുന്നേ. ഇനി അത് കെടാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി എന്ന് പറയാം. ഇനിയിപ്പോ ഒരു ശത്രു കൂടെ നമുക്കുണ്ടായി, രഞ്ജു. ഗോവിന്ദന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് കയറി വന്നോള്. അവളെയും കൂടെ എത്രയും പെട്ടെന്ന് പായിക്കണം. അതോടുകൂടി നമ്മുടെ ശത്രുക്കളുടെ എണ്ണം അങ്ങോട്ട് കുറഞ്ഞെന്ന് പറയണം. എന്നാ കേറമ്മേ ബാ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോകണം.
ഈ സമയത്ത് രേഖ നേരെ ഗീതുവിന്റെ ഇടയിലേക്ക് വരുവാണ്. ഗീതു ചോദിച്ചു, എന്താ രേഖേച്ചി? രേഖേച്ചിക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ എന്ന് പറയണം. അല്ല, ഞാൻ പറയുന്ന കാര്യം കേട്ട് ഗീതുവിന് സങ്കടം തോന്നില്ലത്. അല്ല, എന്താ സങ്കടം തോന്നാൻ കാരണം? അല്ല, ആ രഞ്ജുവും ഗോവിന്ദേണ്ണുമായിട്ട് ഉടനെ കല്യാണം കഴിക്കുന്നാ തോന്നേ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, എനിക്ക് അങ്ങനെ തോന്നി. ഒരു പക്ഷെ അവര് മുൻപ് കല്യാണം കഴിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, രേഖച്ചിക്ക് അങ്ങനെ തോന്നാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ. അവരുടെ സംസാരം അതൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ കല്യാണത്തെക്കുറിച്ചൊക്കെ പറയുന്ന കേട്ടു ഗീതു. ഒരു പക്ഷെ രഞ്ജു ഗോവിന്ദണ്ണ വല വീശി പിടിച്ചേക്കുവാണെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഇപ്പൊ ഗീതു ഭാര്യയായിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അവൾക്ക് ഈ വീട്ടിലേക്ക് കയറി വരേണ്ട ആവശ്യമില്ലോ. അവൾ ഇത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ ഇവിടെ പെരുമാറണമെങ്കിൽ മുൻപ് കല്യാണം കഴിച്ചതായി കൂടുന്നില്ലേ? ഒരുപക്ഷെ വിവാഹം കഴിച്ചിട്ട് ഇനി അവള് ചിലപ്പം വല്ല എന്തേലും പേരിൽ മാറി താമസിച്ചായിരുന്നെങ്കിലോ? അത് നമുക്ക് പറയാൻ പറ്റില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം ഗീതുവിന് ശരിയാ, ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ എന്തേലും ഉണ്ടേ പോലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ എന്റെ ഗോവിന്ദനെ ആർക്കും വിട്ടുകൊടുക്കില്ല രേഖേച്ചി. ഈ താലി കഴുത്തി കിടക്കുന്നിടത്തോളം കാലം ഞാൻ ഗോവിന്ദനെ വിട്ടുകൊടുക്കില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേഖ പറഞ്ഞു, വായും കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ആ രഞ്ജുവിനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറപ്പിക്കണം. അതിന് എന്തേലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഈ സമയത്താണ് രാധികാമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗീതു ഓർക്കുന്നത്. കാരണം രഞ്ജു രാധികാമ്മയുടെ കൂടെ ശത്രുവാണ്. ഒരു പക്ഷെ രാധികാമ്മയ്ക്ക് രഞ്ജുവിനെ തുരുത്താൻ പറ്റിയാലോ? ഈ കാര്യം രേഖയോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ രേഖ പറഞ്ഞു, അത് സൂക്ഷിച്ചു വേണം. രാധികാമ്മയല്ലേ, രാധികാമ്മയുടെ സ്വഭാവം ഗീതുവിന് അറിയാവുന്ന കാര്യമല്ലേ. അവനിനിയിപ്പം രഞ്ജുവിനെ കുറിച്ചൊക്കെ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്ന, എന്താ പ്രവർത്തിക്കുന്ന പറയാൻ പറ്റില്ല. അത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താന്ന് പറയാം. ഈ സമയത്ത് വിജയലക്ഷ്മി ആകപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇനി അധികം താമസിക്കാതെ തന്നെ വിജയലക്ഷ്മി അല്ല സോറി രാധികാമ്മ സത്യങ്ങളൊക്കെ അറിയും. രാധിക സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മോളാണ് രഞ്ജു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വെറുതെ ഇരിക്കില്ല. അവളെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും. കാരണം അവളുടെ കണ്ണും ആ സുത്തിൽ മാത്രമാണ്. അല്ലാതെ രഞ്ജുവിന്റെ ജീവനോ അല്ലെങ്കിൽ ഗീതുവിന്റെ ജീവനോ അവൾക്ക് പുല്യ വില മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓർത്തും വിജയലക്ഷ്മി ടെൻഷനായി. വിജയലക്ഷ്മി നേരെ ഗോവിന്ദനെ വിളിക്കുകയാണ്. ഗോവിന്ദനെ വിളിച്ച് ആദ്യം ഒന്ന് രണ്ട് തവണ കോൾ വിളിച്ചിട്ടും ഗോവിന്ദ ഫോൺ എടുത്തില്ല. പിന്നീട് ദേഷ്യപ്പെട്ട് ഗോവിന്ദ ഫോൺ എടുക്കണം. എന്തിനാ നിങ്ങൾ വിളിച്ചേ? നിങ്ങളോട് ഇങ്ങനെ വിളിക്കില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കും. അത് മോനെ, എനിക്ക് നിന്നോട് കാര്യം സംസാരിക്കാണെന്ന് പറയാം. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കേൾക്കണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല ഗോവിന്ദ. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് നിന്നോട് കുറച്ച് സത്യങ്ങളൊക്കെ തുറന്നു പറയാനുണ്ട്. ഇനിയും നീ അത് അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. ആലോചിച്ചിട്ട് കാര്യമില്ല. രഞ്ജുവിന്റെ ജീവൻ അപകടത്തില. അതുകൊണ്ട് അവളെ രക്ഷിക്കേണ്ട എന്റെ ബാധ്യതയാണ്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നോടാ ഞാൻ പറയണേ. എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെ സഹായിക്കണം. ഈ സമയത്ത് നിന്നോടല്ലാതെ എനിക്കിത് മറ്റാരോടും പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ട് ഞാൻ ഗോവിന്ദൻ പറഞ്ഞു, ഇമാതിരി സെന്റിമെന്റ്സ് ആയിട്ട് എന്റെ അടുത്തേക്ക് വരില്ല. രഞ്ജുവിന് നിങ്ങളെ കണ്ണെടുത്താ കാണത്തില്ലെന്ന് അറിയാലോ. പിന്നെ നിങ്ങൾ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്ന ചോദിക്കുക. ഇത് കേട്ടപ്പം ഇത് കേട്ടേ വിജയലക്ഷ്മി പറഞ്ഞു, നിനക്ക് അങ്ങനെ പറയാൻ ഗോവിന്ദേ, പക്ഷെ എനിക്ക് അവളെ കളയാൻ പറ്റില്ലല്ലോ. എന്റെ മോളായി പോയില്ലേ എന്ന് പറയണം. ശരി, നമുക്ക് കാണാന്ന് പറഞ്ഞു ഗോവിന്ദ് ഫോൺ വെക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.